താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അയ്യോ അതൊന്നും വേണ്ട, നീ പുതുമരുമകളാ. വീട്ടിൽ പോയി വിരുന്ന് കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറാവുന്ന. മോൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നാ ഞാൻ. കൊച്ചുമണി അവളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, വീട്ടിൽ പോയി വന്നിട്ട് ഇവിടുത്തെ പെണ്ണായി ജോലികളെല്ലാം പഠിക്കാം. ഏലാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കൾ കേട്ട് അവളുടെ ഹൃദയം ഒന്ന് നിറഞ്ഞു. ഇവിടുത്തെ പെണ്ണ്. ആ വിളിപ്പേര് അവൾക്കൊരു പുതിയ തിരിച്ചറിവ് നൽകി. വെപ്പുരക്കകത്ത് പുകമഞ്ഞൽപ്പം നിറഞ്ഞിരുന്നു. ചൂടുകൊണ്ട് മുഖം ചുവന്നു. മതി പോകേണ്ടത്, അവനെ പോയി വിളിച്ചോണത്ത്. ഇല്ലെങ്കിൽ മോളുടെ വീട്ടുകാർ വന്നാൽ അവൻ എഴുന്നേക്കത്തില്ല. ഏലിയാമ്മേ, മോളുടെ ചായ കൊടുത്തേക്ക്. മോള് കൊടുത്തിട്ട് വരട്ടെ. അവനും കൂടി വന്നിട്ട് നമുക്ക് കഴിക്കാം. കൊച്ചുമണി പുറത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ ഇഷാനിയും ഏലിയാമ്മയും. സേവിച്ചുള്ള ചായയുമായി ആൾ റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോഴും കമിഴ്ന്നു കിടന്ന ഉറക്കത്തിലാണ് സേവി. ഇച്ചായ, അവന്റെ തോളിൽ തട്ടി പതുക്കെ വിളിച്ചവൾ. അവൻ ചെറുതായി ചലിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. കണ്ണുകളൊന്ന് തിരുമ്മി തുറന്നു നോക്കിയപ്പോൾ കുളി കഴിഞ്ഞ് സാരി ഉടുത്ത് തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ. ആദ്യം കാണുന്ന പോലെ. ചായ കുടിക്ക്. എന്തെങ്കിലും നോക്കുന്നത്? ആദ്യം കാണുന്ന പോലെ. ആൾ ചെറിയൊരു ലജ്ജയോടെ ചോദിച്ചു. ഇതൊക്കെ സ്വപ്നാണെന്നാ എനിക്കിപ്പോ തോന്നുന്നു. എഴുന്നേറ്റ് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങിയവൻ. അവന്റെ അടുത്തേക്ക് ഇരുന്നവൾ അവന്റെ കവളിൽ വലതുകരം ചേർത്ത് വെച്ചു. സ്വപ്നമല്ല, ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാ. നമ്മളിനി സ്വപ്നം കണ്ട പോലെ ജീവിക്കും. അവൾ പറയുന്ന കേട്ട് അവനൊന്ന് ചിരിച്ചു. 8 മണിയായല്ലേ, താഴ്ന്നതായ ഒരുക്കങ്ങൾ? അവൻ അന്വേഷിച്ചു. താൻ കണ്ട കാഴ്ചകളൊക്കെ അവൾ വിസ്തരിച്ച് പറഞ്ഞു. ജോസൂട്ടി എത്തിയില്ലേ? അവൻ ചോദിച്ചു. ഇല്ലെന്ന് തോന്നുന്നു, ഞാനവിടെ കണ്ടില്ല. ഇച്ചാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വാ. താഴെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ചായ കുടിച്ച് അവസാനിപ്പിച്ച് വേഗം കപ്പ് സൈഡിലെ ടീപ്പോയിൽ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് അവളെ പിടിച്ചു വലിച്ചവൻ നെഞ്ചിലേക്ക് ഇട്ട് ആ മുഖത്ത് അമർത്തി ചുംബിച്ചു. അവളുടെ മുടിയിലൂടെ വിരലുകൾ നീക്കി അവൻ അവളുടെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. അവളുടെ കൈകൾ സ്വാഭാവികമായി അവന്റെ തോൾ ചുറ്റി. അവന്റെ ഹൃദയമിടിപ്പ് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ ലജ്ജയോടെ കണ്ണുകൾ താഴ്ത്തി. അവൻ അവളുടെ താടിയ വിരലാൽ ഉയർത്തി. ആ മുഖത്ത് അമർത്തിയ ഒരു നീണ്ട ചുംബനം. താഴ്ന്നാരോ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ ചെറുതായി അടിച്ചു. ദേ വിളിക്കുന്നു. അവളുടെ വെപ്രാളം കൂടി. ചെല്ല്, ഞാൻ വന്നേക്കാം. അവന്റെ നെഞ്ചിൽ നടന്നു മാറി എഴുന്നേറ്റവൾ വാതിൽക്കിലേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. അവളുടെ കവിളുകൾക്ക് നാണത്തിന്റെ ചുവപ്പായിരുന്നു അപ്പോൾ. ആ മോളെ, ഫോൺ വന്നതാ. ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളുടെ ഫോണിൽ വിളിച്ചപ്പോ കിട്ടിയില്ലെന്നാ പറഞ്ഞ്. അമ്മായി പറഞ്ഞപ്പോഴാണ് തന്റെ ഫോൺ രാത്രി ഓഫായി പോയ കാര്യം ഓർമ്മ വന്ന അവൾക്ക്. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ചാർജ് ഇടാൻ മറന്നിരുന്നു. അമ്മായിയോട് പറയുമ്പോഴും ഫോൺ റിങ് ചെയ്തു. എടുത്തോ മോൾക്കാ, അമ്മായി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ആരായിരിക്കുമെന്ന ആകാംക്ഷയിൽ ഫോൺ എടുത്തവൾ. ആ മോളെ, അമ്മച്ചിയാ. മോളുടെ അവന്റെയും ഫോണിൽ വിളിച്ചു. രണ്ടും സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഒന്ന് പേടിച്ചു. മേരിയമ്മയുടെ സ്വരം കേട്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു. ഇന്നലെ അമ്മയെ രാത്രി വിളിച്ചു വെക്കുമ്പോൾ ഫോൺ ഓഫായി പോയി. പിന്നെ ചാർജിൽ വെക്കാനും മറന്നുപോയി. അമ്മച്ചി വരില്ലേ? ഇഷാനി ചോദിച്ചു. ഇല്ല മോളെ, അമ്മച്ചിനെ അങ്ങോട്ടില്ല. മക്കൾ പോകുമ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് പോകണം. അത് പറയാനാ വിളിച്ച്. അവൻ എഴുന്നേറ്റോ? ഫോൺ ചാർജിലിട്ടേക്ക്. അമ്മച്ചി അവനെ വിളിച്ചു പറയാം. മേരിയമ്മ വളരെ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി ഇഷാനിക്ക്. അവരുടെ സംസാരത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അവൾക്ക്. ആ, ഇച്ചാന്റെ ഫോൺ ചാർജിലിട്ടേക്കാം. ഇഷാനിയോട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു മേരിയമ്മ. മകന്റെ ആദ്യ വിരുന്ന് അപ്പം മോശമാക്കിയിട്ടില്ലെന്ന് തോന്നി മേരിയമ്മയ്ക്ക്. ഫോൺ വെച്ച് ഇഷാനി റൂമിലേക്ക് പോയി. സേവിച്ചം ബാത്റൂമിലായിരുന്നു. ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് ചാർജിലിട്ടവൾ. തന്റെ ഫോണിന് യോജിച്ച ചാർജർ അവിടെ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ച ബാഗിലേക്ക് തന്റെ ഫോൺ എടുത്തു വെച്ചു. സേവിച്ചന്റെ ഡ്രസ്സ് എടുത്ത് ബാഗിൽ ഒതുക്കി വെച്ചു. വല്ലതും മറന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന നേരം സേവിച്ച വാഷ്റൂമിൽ നിന്ന് തലയുടച്ചുകൊണ്ട് ഇറങ്ങി വന്നു. എന്നതാ വേണ്ട ഒരു ആലോചന? കണ്ണാടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചവൻ. അല്ല, ഈ ചാന് ഡ്രസ്സ് എടുത്ത് വെച്ചാ ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് ഓർക്കുക. അതെ, ഇന്നർ വെക്കാൻ മറക്കല്ലേ വന്നേ. ഞാൻ എടുത്തു വെക്കാം. പറഞ്ഞത് നന്നായി, ഞാൻ വെച്ചില്ലായിരുന്നു. തനിക്ക് അമളി പറ്റിയത് അപ്പോഴാണ് ഓർമ്മ വന്നവൾക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം വെച്ചിട്ടില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചാൻ്റെ ഒരു കാര്യം. ആ പിന്നെ അമ്മച്ചി വിളിച്ചിരുന്നു. ഈ ചാൻ്റെ ഫോൺ ഓഫ് ആയിരുന്നു എൻ്റെയും. അതുകൊണ്ട് ലാൻഡ് ഫോണിലാണ് വിളിച്ചത്. നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് കയറണം എന്ന് പറഞ്ഞു. ഈ ചാൻ്റെ ഫോൺ ഞാനിപ്പോൾ ചാർജിലിട്ടിട്ടുണ്ട്. അമ്മച്ചി വിളിക്കും കേട്ടോ. ആൾ പറഞ്ഞപ്പോഴാണ് അമ്മച്ചി അവനെ ഓർത്ത്. ഇന്നലെ ഫോൺ നമ്പറൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. അമ്മച്ചി വിളിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഇങ്ങ് വാ പെണ്ണേ പറഞ്ഞുകൊണ്ട് ആളുടെ അരക്കടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തവൻ. കുളിച്ചിറങ്ങിയതിന്റെ നനവ് ഇപ്പോഴും അവന്റെ നെഞ്ചിൽ തങ്ങി നിന്നിരുന്നു. നനഞ്ഞ നെഞ്ചിലെ രോമങ്ങൾ അവളുടെ കവിളിലൊന്ന് തഴുകി. അവന്റെ ദേഹത്തിൽ നിന്ന് ബോഡി സോപ്പിന്റെ മൃദുവായ നറുമണമുയർന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു. അവന്റെ നെഞ്ചിൽ കാതി ചേർത്തപ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് പോലും കേൾക്കുന്ന പോലെ തോന്നി. ആൾ മിഴികൾ മാത്രം ഉയർത്തി അവനെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ആളുടെ കണ്ണുകളിൽ നിറഞ്ഞേൽക്കുന്ന പ്രണയത്തിലേക്ക് നോക്കി ആർദ്രമായി ചോദിച്ചവൻ. ഏയ് ഒന്നുമില്ല.
അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞവൾ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നു. അവള് വിടാൻ ഭാവമില്ലെന്ന പോലെ. ഈ സമയം ജോസൂട്ടി അകത്തേക്ക് കയറി വന്നു. സേവിച്ച അതെ, എന്തോ കാര്യമായി പറയാൻ വന്നവൻ മുന്നിൽ കാണുന്ന കാഴ്ച കണ്ട് ഞെട്ടി വേഗം പിന്നോട്ട് തിരിഞ്ഞു. താൻ എന്ത് വിട്ടിയ, ഇന്നലെ വരെ ഈ റൂമിൽ തനിക്ക് എപ്പോഴും കയറി വരായിരുന്നു, ഇതിപ്പോ മോശം സ്വയം പറഞ്ഞവൻ. അവന്റെ വരവും ചോദ്യം കേട്ട് ചമ്മലോട് അകന്നു മാറി സേവി ഇഷാനി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല നോക്ക് ചെയ്തിട്ട് കയറി വരാൻ. സേവിച്ചൻ വേഗം ചുപ്പെടുത്തിനോട് പറഞ്ഞു. സോറി, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ, സമ്മതിച്ചു. അതെ, മനുഷ്യൻ പുലർച്ചെ കൊടുക്കണമെങ്കിൽ ഓട്ടോ, സ്നേഹിച്ചെങ്കിൽ ഒന്ന് താഴേക്ക് വരാമോ? വിശന്നിട്ട് കുടൽ വരണിട്ട് പാടില്ല. എനിക്ക് കഴിക്കാൻ അറിയണ്ടല്ല, പിന്നെ ഇന്ന് നല്ലൊരു ദിവസമല്ലെന്ന് ഓർത്താ. ആ നിഷ്കളങ്കമായി പറയുന്നേട്ടപ്പോൾ ചിരി വന്ന് സേവിച്ചന്. നീ വിശന്നിരിക്കണ്ട വൈശാനി, യോൻ കുറെ കഷ്ടപ്പെട്ടാൽ നമുക്ക് വേണ്ടി, ഇനിയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഈ ഷാനി നോയി പറഞ്ഞുകൊണ്ട് സേവി ജോസൂട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് താഴേക്ക് നടന്നു. ഈ ഷാനിയും അവരുടെ പിന്നാലെ ഇറങ്ങി. ജെന്നിഫറും അമ്മച്ചിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ടേബിളിൽ അപ്പവും സ്റ്റൂവും നിരത്തി വെച്ചിരിക്കുന്നു. ആ വാ മക്കളെ ഇരിക്കി, അപ്പനെ വിളിക്ക്, സേവിച്ചൻ അമ്മായി നോയി പറഞ്ഞു. അപ്പം കഴിച്ചു മോനെ, ആണുങ്ങൾ എല്ലാവരും അവിടെ കൂടി. വെപ്പുരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മായി പറഞ്ഞു. അവിടെ മേശയും കസേരയെല്ലാം നിരത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ കഴിക്കാത്തവരാരുണ്ടെങ്കിൽ ഇരിക്ക്. എടി ജെനി, നീ കഴിച്ചോ? ഇല്ലെങ്കിൽ ഇരിക്ക്. കയ്യിലെന്തോ പാത്രമായി പുറത്തുനിന്ന് കയറി വന്ന് അവളെ വിളിച്ചു സേവി. ഇല്ല, ഞാനിരിക്കാം പറഞ്ഞുകൊണ്ട് ഇഷാനിയുടെ അടുത്തായി അവളും വന്നിരുന്നു. ഓരോന്നും സംസാരിച്ചുകൊണ്ട് അവർ കഴിക്കാൻ തുടങ്ങി. ഈ സമയം തങ്കച്ചിയുടെ മുറിയിൽ വാതിൽ മുട്ടി വിളിക്കുകയാണ് ജോയിക്കുട്ടി. ചേച്ചി ചേച്ചി, അവന്റെ വിളി കേട്ട് ജോക്കുട്ടിനെ അങ്ങോട്ട് വന്നു. ഇന്നലെ രാത്രി ബോധം കിട്ടുമെന്ന് കയറിയതാ, ഈ നേരമായിട്ട് കഥ ഓർക്കുന്നില്ലല്ലോ. ജോയിക്കുട്ടി ആദ്യയോട് അനിയെ നോയി ചോദിച്ചു. ഷോക്കായി കാണും, അങ്ങനെയല്ലേ കാര്യങ്ങളുടെ കിടപ്പ്. ഏട്ടൻ നോയി പറഞ്ഞുകൊണ്ട് അവനും വാതിൽ മുട്ടി വിളിച്ചു. ഏറെ നേരത്തെ വിളികൾക്ക് വിരാമിട്ടുകൊണ്ട് വാതിൽ തുറന്ന് തങ്കച്ചി. മുടിയാകെ ചിതറിക്കിടന്ന അവരുടെ തലേ ദിവസം രാവിലെ ഇറങ്ങിപ്പോകുമ്പോഴിട്ട വേഷം തന്നെയാണ്. ആകെ ഉലഞ്ഞു പോയിട്ടുണ്ട്. ആളെ പേടിപ്പിക്കാൻ സിജി ദേഷ്യത്തിൽ പറഞ്ഞു. ആ ചെറുക്കനെ തള തിരിച്ചു വന്നിട്ട് ഇവർക്കെന്താ ഇത്രയും വെപ്രാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഒരു പോൾ കണ്ണടിച്ചില്ല ഇന്നലെ രാത്രിയാണ് നിൽക്കുന്ന മനുഷ്യൻ. മോളിക്കുടി തന്നെ ഭർത്താവിനെ നോക്കി ഏടത്തിയോട് പറഞ്ഞു. വാതിൽ തുറന്നിട്ട് തങ്കച്ചി അകത്തേക്ക് പോയി. പിന്നാലെ ജോയിക്കുട്ടനും ജോക്കുട്ടനും അകത്ത് കയറി. അവർക്ക് പിന്നിൽ വലിയ ശബ്ദത്തിൽ ആ വാതിലടഞ്ഞു. ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാടുന്നുണ്ട് മോളിക്കുട്ടി. സിജി എന്തൊക്കെയോ തങ്ങളറിയാതെ അവർക്കിടയിൽ നടക്കുന്നുണ്ടെന്ന ചിന്തയോടെ പറഞ്ഞു. ചേച്ചി എന്തെങ്കിലും ഒന്നും പറയുന്നുണ്ടോ? ജനാലയുടെ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന തങ്കച്ചിയോടായി ചോദിച്ചു ജോയിക്കുട്ടി. ജനലരികിൽ നിൽക്കുന്ന തങ്കച്ചിയുടെ കണ്ണുകൾ ഇനിയും ശൂന്യതയിലേക്കായിരുന്നു. പുറത്തേക്ക് നോക്കിയിരുന്നെങ്കിലും അവളുടെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് പാഞ്ഞോടുകയായിരുന്നു. മഴ പെയ്തിരുന്ന ആ രാത്രിയും മലഞ്ചെരിവിലൂടെ കാറ് താഴേക്ക് പതിച്ച ആ ശബ്ദവും വെള്ളം കുത്തി ഒഴുകുന്ന കൊക്കയും ആ കാഴ്ചകളെല്ലാം വീണ്ടും അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ചേച്ചി ഇങ്ങനെ മിണ്ടാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ചേട്ടായി പിന്നായിക്കൊണ്ട് പറഞ്ഞു ജോക്കുട്ടനും. ഭ്രാന്ത് പിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അറിഞ്ഞില്ലേ, മേരി തിരിച്ചു വന്നിരിക്കുന്നു. 12 വർഷങ്ങൾ നമ്മളെല്ലാവരും മരിച്ചു എന്ന് വിശ്വസിച്ച് അവൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഭ്രാന്ത് പിടിക്കും. അവളുടെ വരവ് നിങ്ങൾ കണ്ടില്ലല്ലോ, ഞാനാ കണ്ടത്. ഒരു കാലിന് എന്തോ പ്രശ്നമുണ്ട്, വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചാൽ നടക്കുന്നത്, അല്ലാതെ യാതൊരു കുറവുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നാ മനസ്സിലാവാത്തത്. എവിടെയാ നമുക്ക് തെറ്റുപറ്റിയത്? അതേ നിൽപ്പ് തുടർന്നുകൊണ്ട് തങ്കച്ചി ചോദിച്ചു. അവരുടെ മരണം നമ്മൾ ഉറപ്പാക്കേണ്ടതായിരുന്നു. കൊക്കയിലേക്ക് വീണവരുടെ ബോഡി ഇട്ടായിരുന്നപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിരുന്നു. കാറിൽ അവരെ കണ്ടെത്തിയില്ലല്ലോ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. അവരാരും രക്ഷപ്പെടുത്തിയിരിക്കുന്നു, ജോക്കുട്ടൻ പറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നു? കൊക്കയിലേക്ക് വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല. എത്രയോ താഴ്ചയിൽ വെള്ളമൊഴുകി പോകുന്ന സ്ഥലമാണെന്നറിയോ? ഇതിനു മുമ്പ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. ആരും രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. പോലീസ് പോലും അന്വേഷണം അവസാനിപ്പിച്ചില്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? എല്ലാം നമ്മുടെ തലയിലെഴുത്ത് അല്ല എന്ത്? അവര് ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണം ഉണ്ടായിരിക്കും. നമ്മുടെ നാശം കാണാൻ ഇനി അവർ പിന്മാറില്ല. കല്യാണത്തിന്റെ തിരക്കുകളൊഴിഞ്ഞ സേവിയും വിവരങ്ങളൊക്കെ അറിയും. കൊടുങ്കാറ്റ് പോലെ അവൻ ആഞ്ഞടിക്കും, ഭീതിയോടെ പറഞ്ഞു ജോയിക്കുട്ടി. അത് നീ പറഞ്ഞേ നേരാ. അവന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ച നമ്മളാണെന്ന് അവൻ അറിഞ്ഞ കൊന്ന് കൊല വിളിക്കും അവൻ. അതല്ലാതെ അവന്റെ മനസാക്ഷിക്ക് നിരക്കില്ല. നമ്മൾ കരുതിയിരിക്കണം. കൊല്ലാൻ വേണ്ടി ഒരു ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ചാവാതിരിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ നമുക്ക് മുന്നിൽ വേറൊരു വഴിയുമില്ല. മരണത്തെ മുന്നിൽ കണ്ട പോലെയാണ് തങ്കച്ചിയുടെ സംസാരം. തൽക്കാലം എല്ലാം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഇവിടെയുള്ളവരൊന്നും അറിയണ്ട. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി ചെയ്യാനുള്ള ഒന്ന് മാത്രം, ജാഗ്രത. മേരി തിരിച്ചു വന്നൊരു സാധാരണ കാര്യമല്ല. അവൾക്കെല്ലാം ഓർമ്മയുണ്ടോ ഇല്ലേ എന്ന് ആദ്യം അറിയണം. അവള് നേരെ നമ്മൾക്കെതിരെ വരില്ല, പക്ഷെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മുഖത്ത് ഭയം കാണാൻ പാടില്ല. തങ്കച്ചി അനിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. കവലയിലെ സംഭാഷണവും മറിച്ചായിരുന്നില്ല. കാഞ്ഞിരത്തിങ്ങളെ മേരിക്കുട്ടി തിരിച്ചു വന്ന ചൂടുള്ള ചർച്ചയായിരുന്നു. കവലയിലെ ചായക്കടകളിലും കടമുറികളിലും ഊഹം വെച്ച് ഓരോന്നും പറഞ്ഞു ഫലിപ്പിക്കുന്നുണ്ട് ചിലർ. മരിച്ചെന്ന് വരുത്തി തീർത്ത് വേറെ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിരിക്കായിരുന്നു എന്ന് അടക്കം പറയുന്നവരുമുണ്ട് കൂട്ടത്തിൽ. വീട്ടിലെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സേവിച്ചെന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രം നീറിക്കൊണ്ടിരുന്നു, അമ്മച്ചിയുടെ ഉയർത്തിയെഴുന്നേൽപ്പ്. ഇത്രയും കാലം പറഞ്ഞിരുന്നതിന്റെ പൊരുൾ
സെലീനയുടെ മരണത്തിന്റെ ഉത്തരവാദിയായവനെ കണക്കെടുക്കാൻ വിടാനുള്ള പദ്ധതികളെല്ലാം അവന്റെ മനസ്സിൽ പകിടളിച്ചുകൊണ്ടിരുന്നു. കൃത്യസമയത്ത് തന്നെ ഇഷാനിയുടെ ബന്ധുക്കൾ വന്നു. മാമയും ശ്രീകുട്ടി, അപ്പച്ചിയും, മക്കളും, ഭർത്താവും, അച്ഛന്റെ തറവാടിലെ വേണ്ടപ്പെട്ട ചിലരും, അമ്മയുടെ ബന്ധത്തിലുള്ള ചേച്ചിമാരും, എല്ലാവരും കൂടി 15 പേര്. എല്ലാവരെയും മാന്യമായ രീതിയിൽ സ്വീകരിച്ചു സേവിച്ചന്റെ ആളുകൾ. വീട്ടിലെ സദ്യ കഴിച്ചപ്പോൾ തന്നെ വന്നവരുടെ എല്ലാം മനസ്സറിഞ്ഞു. ഇഷാനി കിട്ടിയ ഭാഗ്യത്തെ പൊഴുത്തി എല്ലാവരും. മതം വേറെയല്ലേ എന്ന ചിന്താഗതിയുള്ളവരുണ്ടായിരുന്നു കൂട്ടത്തിൽ. അവിടെ നല്ല ഭാവിയിൽ അസൂയപ്പെടുന്നവരും. ശ്രീകുട്ടിയും ജെന്നിഫറും കൂടി ചേർന്നാണ് ഇഷാനിയെ ഒരുക്കിയത്. പിങ്ക് നിറത്തിലുള്ള മനോഹരമായ പട്ടുസാരിയായിരുന്നു അവളുടെ വേഷം. അതേ നിറത്തിലുള്ള കുർത്തയും ഗോൾഡൻ കളറുള്ള കസവും ഉണ്ടായിരുന്നു സേവിച്ചന്റെ വേഷം. അത്യാവശ്യ ആഭരണങ്ങളെല്ലാം ഇട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങിയിറങ്ങി ഇഷാനി. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി രണ്ടുപേരും. പോകുന്ന വഴിക്കാണ് അമ്മച്ചിയുടെ വീട്. അമ്മച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് വേണം പോവാനെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്ന സേവിച്ചൻ. വലിയ തറവാട് മുറ്റത്ത് വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി. ക്ലാരയും ബെന്നിയും, മൂർത്തി സാറും, ജോസൂട്ടിയും അവരെ സ്വീകരിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. നീ ഇവിടെ എത്തിയോ? വെറുതെ അല്ല, ഇറങ്ങാൻ നേരത്തെ നിന്നെ കാണാതിരുന്നല്ലേ? ജോസൂട്ടിയെ നോക്കി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു സേവിച്ചൻ. എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കെ, മോളെ കയറി വാ. ഇഷാനിയെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി മേരിയമ്മ. ക്ലാര എല്ലാവർക്കും ജ്യൂസ് നൽകി. ചായയും പലഹാരങ്ങളും ടേബിളിൽ നിരത്തിയിരുന്നു. തറവാട് വീട് നടന്നു കണ്ടു ബന്ധുക്കൾ എല്ലാവരും. ഇഷാനി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ വീടായിരുന്നു. പഴയ തറവാട് വീട്, ശാന്തസുന്ദരമായ സ്ഥലം. അവിടെ മേരിയമ്മ ഇഷാനിയുടെ ബന്ധുക്കളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മേരിയമ്മ പതുക്കെ എഴുന്നേറ്റു. വാക്കിംഗ് സ്റ്റിക്ക് കയ്യിൽ പിടിച്ച് അവർ നടന്നു വരുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും ചെറിയൊരു സങ്കടം തോന്നി. അവളുടെ നടപ്പിൽ ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മുഖത്തൊരു ഉറച്ച ആത്മവിശ്വാസം തെളിഞ്ഞു. സേവിച്ച ആറ് വിളിച്ചു. സേവിച്ചനുടനെ എഴുന്നേറ്റ് അമ്മച്ചിയുടെ അടുത്തേക്കുന്നു. എന്താ അമ്മച്ചി? മേരിയമ്മ കുറച്ചേരം അവനെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന് സ്നേഹവും അഭിമാനവും ചേർന്നൊരു പ്രകാശം. എൻ്റെ മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളുടെ ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഇത്രയും വർഷം ഞാൻ കാണാതെ പോയ നിന്റെ സന്തോഷം, അത് കാണാനുള്ള അവസരം വീണ്ടും എനിക്ക് ദൈവം നൽകി. അവരുടെ ശബ്ദമൽപ്പം വിങ്ങി. മോളെ, ഇഷാനിയെ വിളിച്ചു അവർ. ഇരുവരെയും തൻ്റെ ഇരുവശത്തുമായി നിർത്തി മേരിയമ്മ അവളുടെ കൈ പിടിച്ചു. മോളെ, നീ എൻ്റെ മകളാ. ഈ വീട്ടിലെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ഇനി മുതൽ നീയും ഉണ്ടാവും എൻ്റെ കൂടെ. പരസ്പരം താങ്ങും തണലുമായിരിക്കണം. ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ മേരിയമ്മ ക്ലാരയെ നോക്കിയൊരു സൂചന നൽകി. ക്ലാര ഉടനെ അകത്ത് പോയൊരു ചെറിയ വെൽബെറ്റ് ബോക്സ് എടുത്തു വന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. മേരിയമ്മ ബോക്സ് തുറന്നു. അതിനുള്ളിൽ തിളങ്ങുന്ന ഒരു കാറിന്റെ താക്കോൽ. ഇതെന്റെ ചെറിയൊരു സമ്മാനം, രണ്ടുപേരും കൂടി വാങ്ങണം. രണ്ടുപേരെയും തന്റെ മുന്നിലേക്ക് നീക്കി നിർത്തിയവർ. നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിനായി അമ്മച്ചിയുടെ സ്നേഹസമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് താക്കോൽ രണ്ടുപേരുടെയും നീട്ടിപ്പിടിച്ച് വലതുതരത്തിലേക്ക് വെച്ചു കൊടുത്തു. ഒരു നിമിഷം സേവിച്ചൻ അമ്പരന്നു. അമ്മച്ചി, ഇതെന്താ? ആകാംക്ഷയോടെ ചോദിച്ചവൻ. പുറത്തേക്ക് പോയി നോക്ക്, മേരിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. തറവാട് മുറ്റത്തിന്റെ നടുവിൽ സൂര്യപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ട് ഒരു പുതിയ മോഡൽ കാർ നിൽക്കുകയായിരുന്നു. വെള്ള നിറത്തിൽ തിളങ്ങുന്ന ആ കാറ് പൂമാലകളാൽ അലങ്കരിച്ചിരുന്നു. മുൻവശത്ത് ചുവന്ന റിബൺ കിട്ടിയിരുന്നു. വാവ്! ശ്രീകുട്ടി ആവേശത്തോടെ പറഞ്ഞു. ഓ, പുതിയ മോഡലാ, ആരൊക്കെയോ പറഞ്ഞു. ഇഷാനി അത്ഭുതത്തോടെ കാറ് നോക്കി. അമ്മച്ചി, ഇതെല്ലാം എന്തിനാ? മേരിയമ്മ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ ഒരുപാട് ദൂരം പോകണം. ആ യാത്രയ്ക്ക് അമ്മച്ചിയുടെ ചെറിയൊരു തുടക്കം. സേവിച്ചെന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അമ്മച്ചിയുടെ കൈ പിടിച്ചു. അമ്മച്ചി, ഇതൊന്നും വേണ്ടായിരുന്നു. മേരിയമ്മ സ്നേഹത്തോടെ അവന്റെ തലയിൽ കൈവച്ചു. എൻ്റെ മകന്റെ സന്തോഷത്തിന് ഞാൻ കൊടുക്കുന്നത് വേണ്ട എന്ന് പറയരുത്. പോയി നിങ്ങളുടെ ആദ്യ യാത്ര തുടങ്ങും. ചുറ്റുന്നവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങളുടെ യാത്രയിൽ അമ്മച്ചി കൂടി ഒപ്പം വേണം. ഇനി എൻ്റെ അമ്മച്ചിയെ തനിച്ചാക്കില്ല ഞാൻ. ഒരു വശത്ത് അമ്മച്ചിയെയും മറുവശത്ത് ഇഷാനിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ. അമ്മച്ചിയുടെ നെറുകയിൽ ഒരു ചുംബനം നൽകാനും മറന്നില്ല സേവി. അമ്മച്ചിയുടെ കൈ പിടിച്ച് രണ്ടുപേരും പടികളിറങ്ങി. ആദ്യം അമ്മച്ചിയാണ് കാറിൽ കയറ്റിയത്. സേവിച്ചൻ കാറിന്റെ മുൻവശത്തെ ഡോർ തുറന്ന് ഇഷാനിയെ ഇരുത്തി. ഞങ്ങൾ റൗണ്ട് പോയിട്ട് പോരാ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നവൻ. ഡ്രൈവർ സീറ്റിൽ നിന്ന് തിരിഞ്ഞു നോക്കിയവൻ. മേരിയമ്മയുടെ മുഖത്ത് അഭിമാനവും സ്നേഹവും നിറഞ്ഞ പുഞ്ചിരി. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ച് കുരിശു വരച്ച് കാറ് സ്റ്റാർട്ട് ചെയ്തവൻ നേർത്തൊരു പുഞ്ചിരിയോടെ കാറ് പതുക്കെ തറവാട് മുറ്റത്ത് പുറത്തേക്ക് നീങ്ങി. സന്തോഷം കൊണ്ട് മേരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് എന്റെ പുനർജന്മമാണ്. ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കി തിരികെ വന്നവർ. നിനക്ക് ഇഷ്ടപ്പെട്ട മോനെ? സ്നേഹത്തോടെ ചോദിച്ചു അമ്മ. എനിക്ക് കാർ അത്ര താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാനിപ്പോഴും ജീപ്പ് പോയിട്ട് നടക്കുന്നത്. എന്നതായാലും അമ്മച്ചിയുടെ സെലക്ഷൻ സൂപ്പറാ, നല്ല സ്മൂത്താ വണ്ടി, ഒത്തിരി ഇഷ്ടപ്പെട്ടു തുറന്നു പറഞ്ഞവൻ. കാറ് മുറ്റത്ത് നിർത്തി ഇറങ്ങി ഇഷാനിയും സേവിയും അമ്മച്ചിയെ കൂടി പിടിച്ചിറക്കിയവർ. എങ്ങനെയുണ്ടായിരുന്നു കാറ്? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പോകുന്നതിന്റെ ഉദ്ദേശം? ജോസൂടി ചിരിച്ചുകൊണ്ട് സേവിച്ചിന്റെ അടുത്തേക്ക് വന്നു. എല്ലാവരും കൂടി കുറേയായി എന്ന മണ്ടം കളിപ്പിക്കുന്നു.
ഈ ചടങ്ങൊക്കെ ഒന്ന് തീർത്തിട്ട് വരട്ടെ, എന്നിട്ട് ശരിക്കൊന്ന് കാണുന്നുണ്ട് ഞാൻ. മൂർത്തി സാറിന് നോക്കി മീശ പിരിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അയാളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. എന്നാ പിന്നെ വൈകണ്ട, പോയിട്ട് വാ, എത്തി അമ്മച്ചിയെ വിളിക്കണം കേട്ടോ. ഇഷാനിയോട് ഓർമ്മിപ്പിച്ചു മേരിയമ്മ. ശ്രീകുട്ടിയും അവരോടൊപ്പം പുതിയ കാറിലാണ് കയറിയത്. എല്ലാ വാഹനങ്ങളും മുറ്റത്തു നിന്നും പോകുന്നത് നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നും മേരിയമ്മ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.